വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും 2.5 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ആർക്കിടെക്ചർ വില്ലയുടെ വിശേഷങ്ങളുമായിട്ടാണ്. നല്ലൊരു നേച്ചർ ഫ്രണ്ട്ലി ലൊക്കേഷൻ, 4 സെന്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും 3 കാർ പാർക്കിംഗ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു മനോഹരമായ വില്ല വരുന്നത്. ഈ ഒരു വില്ല പ്രൊജക്റ്റിനുള്ളിൽ ഫസ്റ്റ് പ്ലോട്ടിലായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. 2 വില്ലകളാണ് ഇവിടെ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇവിടെ നിന്ന് ബസ് റൂട്ടിലേക്ക് 1/2 കിലോമീറ്ററും, ഇൻഫോ പാർക്കിലേക്ക് 2.5 കിലോമീറ്ററും, വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് 2.3 കിലോമീറ്ററും, എടപ്പള്ളിയിലേക്ക് 8.5 കിലോമീറ്ററും, കാക്കനാടേക്ക് 5 കിലോമീറ്ററും, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 6.5 കിലോമീറ്ററും, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 12 കിലോമീറ്ററും, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 21 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. മനോഹരമായ ഈ ഒരു വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോമ്പിനേഷൻ എലിവേഷൻ നൽകി ടെക്സ്ചർ വർക്കുകളും ജാലി ഡിസൈനും സ്ക്വാർ ഡിസൈനും എല്ലാം നൽകിയാണ് വന്നിരിക്കുന്നത്. 5 മീറ്ററോളമാണ് ഇന്റേണൽ റോഡ് വരുന്നത്. ഇന്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. ഒരു കോർണർ പ്ലോട്ടിലായിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ 2 സൈഡിലും റോഡാണ് വരുന്നത്. വളരെ ഭംഗിയായിട്ടാണ് കോമ്പൗണ്ട് വാൾ നിർമ്മിച്ചിരിക്കുന്നത്. സ്ലൈഡിംഗ് ഗേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഒരു സൈഡിലായിട്ട് ഒരു വിക്കറ്റ് ഗേറ്റും നൽകിയിട്ടുണ്ട്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് മാംഗ്ലൂർ സ്റ്റോൺ വിരിച്ച് വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനായിട്ടുണ്ട്. എലിവേഷൻ കിഴക്ക് ദർശനമായും മെയിൻ ഡോർ വടക്ക് ദർശനമായുമുള്ള ഈ വീടിന് 3 കാർ പാർക്കിംഗ് സ്പേസ് ആണ് വരുന്നത്. വീടിന്റെ ഫ്രണ്ട് സൈഡിലായിട്ടാണ് ഫസ്റ്റ് കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. പിന്നീട് ഈ ഒരു ഭാഗത്തേക്ക് മാറിയാണ് 2 കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. വീടിന്റെ ചുറ്റും അത്യാവശ്യം സ്പേസ് നൽകിയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. കുടിവെള്ളത്തിനായി കിണറും KW വാട്ടർ കണക്ഷനുമാണ് ഈ ഒരു വീടിന് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് അത്യാവശ്യം ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി നാനോ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ട് സിറ്റ് ഔട്ടിൽ 4 ചെയറോളം ഇടാനുള്ള സ്പേസ് വരുന്നുണ്ട്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ തേക്കിൻ തടിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ ലിവിങ്ങിലേക്കാണ്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് വലുപ്പമുള്ള ഒരു കോർണർ സോഫ സെറ്റിനും കോഫി ടേബിളിനുള്ള സ്പേസ് നമ്മുടെ ഈ ലിവിങ്ങിന് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള സ്പേസ് വരുന്നത്. മുകളിൽ സീലിംഗ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടറിനുള്ള ഏരിയ വരുന്നത്. വാഷ് കൗണ്ടറിൻ്റെ ഫിറ്റിംഗ്സ് ഇനി കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ നമുക്കിവിടെ സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. മുകളിൽ സീലിംഗ് ലൈറ്റ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ഇൻറ്റീരിയർ വർക്ക് കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിന് ചെയ്ത് നൽകുന്നതാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു കിച്ചണിലും അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഈ വീട്ടിൽ വീഗാറിൻ്റെ വയേഴ്സും ലെഗ്രാൻഡിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഫ്ലോറിംഗ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വുഡായിട്ട് തേക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് എല്ലാം തന്നെ UPVCയുടെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഡോറ് സ്കിൻ ഡോറിലാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 14 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് നൽകാനായി പോകുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഫ്ലോട്ടിംഗ് സ്റ്റൈലിലാണ് സ്റ്റെയർ വന്നിരിക്കുന്നത്. ത്രെഡും ഹാൻഡ് റെയിലും എല്ലാം തന്നെ വുഡിലാണ് ഫിനിഷ് ആവുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി അപ്പർ ലിവിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റുള്ള സ്പേസ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്ത് മുകളിൽ സീലിംഗിൽ പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. കൂടാതെ സീലിംഗ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. അപ്പർ ലിവിംഗ് സ്പേസ് കൂടാതെ നമുക്ക് ഇവിടെയായിട്ടും ഒരു സ്പേസ് ലഭിക്കുന്നുണ്ട്. നമുക്കിത് റീഡിംഗ് റൂമോ ഓഫീസ് റൂമോ അല്ലെങ്കിൽ ഒരു ഹോം തിയേറ്ററോ ആക്കി മാറ്റാവുന്നതാണ്. വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ജാലി ഡിസൈൻ ഒക്കെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ സ്കിൻ ഡോറിലാണ് വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 14 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്.
ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും എല്ലാം തന്നെ ജാഗോറിന്റെ ഫിറ്റിംഗ്സ് ആണ് വരാൻ പോകുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് എല്ലാ ബെഡ്റൂംസിന്റെയും ബാത്റൂം വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. സ്കിൻ ഡോർ ആണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 14 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു കോർണറിലായിട്ട് നമുക്കൊരു സീറ്റിംഗ് യൂണിറ്റ് ലഭിക്കുന്നുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മുടെ ഓഫീസ് സ്പേസ് അല്ലെങ്കിൽ റീഡിംഗ് സ്പേസിലേക്ക് ഒരു സ്ലൈഡിംഗ് ഡോറും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് നൽകാനായി പോകുന്നത്. നമുക്കിനി ഈ വീടിന്റെ അവസാന ഭാഗമായ സ്പേഷ്യസ് ആയ ബാൽക്കണിയിലേക്ക് വരാം. ഹാൻഡ് റെയിൽ MS-ലാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് നാച്ചുറൽ സ്റ്റോൺ ഒക്കെ കൊടുത്തിട്ടാണ് ബാൽക്കണിയുടെ വാൾ വന്നിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. മുകളിലായിട്ട് യൂട്ടിലിറ്റി സ്പേസും അവൈലബിൾ ആണ്. വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് ഈ ബാൽക്കണിയിൽ നിന്ന് കിട്ടുന്നത്. 4 സെന്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും 3 കാർ പാർക്കിംഗ് സ്പേസോടും കൂടി ഈ ഒരു വീടിന് ചോദിക്കുന്നത് 99 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും പർച്ചേസ് ചെയ്യാനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഴ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.